റിപ്പോർട്ടർ ടിവിക്കെതിരായ ആക്രമണ ഭീഷണി ഉയർത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പാറശാല മണ്ഡലം സെക്രട്ടറി ശ്യാം ലാലാണ് അറസ്റ്റിലായത്. 2 ദിവസം മുൻപാണ് യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ ഭീഷണി സന്ദേശം വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ആക്രമിക്കുമെന്നും റിപ്പോർട്ടർ ടിവി അടിച്ചു തകർക്കുമെന്നുമായിരുന്നു ഭീഷണി. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുമെങ്കിൽ നമ്മൾ 20 പേര് കയറി റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് അടിച്ചു പൊട്ടിക്കും. അതിനിപ്പോ റിമാൻഡ് ആയാലും കുഴപ്പമില്ല. ടി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, കൊല്ലയിൽ ശ്യാംലാൽ ഇങ്ങനെയൊരു ഓഡിയോ വരുന്നു. ഇതിന് പിന്നാലെ റിപ്പോർട്ടർ ടിവിക്കെതിരെ ആക്രമണവും ഉണ്ടാകുന്നു. ഒന്ന് വടകരയിലാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരിൽ ഓഫീസിന് നേരെ തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇത് അതിനൊരു പ്രകോപനമാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുമുണ്ട്. എപ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? വിനീഷ്, ഇന്നലെയാണ് കൊല്ലയിൽ ശ്യാംലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത്. മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്ത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ക്ലിഫ് ഹൌസ് മാർച്ചിനെ തുടർന്നുള്ള സംഘർഷത്തെ തുടർന്നാണ് ശ്യാംലാലിനെ അറസ്റ്റ് ചെയ്തത്. അവിടെ പോലീസിന് നേരെ കല്ലെറിയുകയും അതുപോലെ തീപ്പന്തങ്ങൾ വലിച്ചെറിയുകയും എല്ലാം ചെയ്തിരുന്നു. അതിൽ ഒന്നാം പ്രതിയാണ് പാറശാല മണ്ഡലം സെക്രട്ടറി കൂടിയായ കൊല്ലയിൽ ശ്യാംലാല്. കൊല്ലയിൽ ശ്യാംലാല് 2 ദിവസം മുമ്പാണ് ഇങ്ങനെയൊരു ഓഡിയോ സന്ദേശം തിരുവനന്തപുരത്തുള്ള യൂത്ത് കോൺഗ്രസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടത്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഉള്ള ഗ്രൂപ്പാണ്. ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം, അതായത് ആക്രമിക്കാൻ ആഹ്വാനം നൽകുന്ന ശബ്ദ സന്ദേശം ഇട്ടിട്ട് പോലും അതിലെ നേതാക്കൾ ആരും അതിനോട് പ്രതികരിച്ചില്ല. ആ ശബ്ദ സംഭാഷണം അതിൽ നിന്ന് നീക്കം ചെയ്യാനും തയ്യാറായിരുന്നില്ല. സ്വാഭാവികമായി നമ്മൾ കരുതേണ്ടത് ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ എല്ലാ ജില്ലയിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനൊരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്തുണയുണ്ടാകും. കാരണം തൃശൂരിൽ ഇപ്പോൾ നമ്മുടെ ഓഫീസിനെതിരെ നടന്ന ആക്രമണത്തിൽ പ്രധാന പ്രതിയായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ മിഥുൻ ഉൾപ്പെടെയുള്ളവരാണ്. അതിനർത്ഥം ഇതിനൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. കൊല്ലയിൽ ശ്യാംലാൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയാണെങ്കിൽ 20 പേർ ചേർന്ന് റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസ് അടിച്ചു തകർക്കും, റിമാൻഡിലായാലും കുഴപ്പമില്ല എന്നാണ് അന്ന് ശ്യാംലാൽ പറഞ്ഞത്. പക്ഷേ അതിന് പിന്നാലെ മറ്റൊരു കേസിലാണെങ്കിൽ പോലും കൊല്ലയിൽ ശ്യാംലാൽ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഉറപ്പായും ഇനി ഇത് സംബന്ധിച്ചുള്ള ഗൂഢാലോചന അത് പോലീസ് അന്വേഷിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. റിമാൻഡിലായാലും കുഴപ്പമില്ല ഈ ശ്യാംലാൽ പറയുമ്പോൾ പ്രസാദ്, ഇതെന്തോ വല്ല സ്വാതന്ത്ര്യ സമരവുമാണോ? ആ രീതിയിലുള്ള ഒരു വീരപരിവേഷത്തോടെ റിമാൻഡിലേക്ക് പോകാനൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ ഇപ്പോൾ ഏതായാലും ഈ നടപടി ഉണ്ടായിരിക്കുന്നു. അത് ഏത് വിഷയത്തിലായാൽ പോലും, ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ചിലായാൽ പോലും, എന്തിനാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഇത്ര പ്രകോപിതരാകുന്നത്? ശരിക്കും അവരെ നിയന്ത്രിക്കാൻ വേറെ ആരുമില്ല എന്ന് തന്നെയാണ്. മുതിർന്ന നേതാക്കൾ എന്താണ് ഇപ്പോൾ വായ അടച്ചു പിടിച്ച് ഇരിക്കുന്നത്? ഒരു വലിയ പാരമ്പര്യമുള്ളൊരു പാർട്ടിയല്ലേ, അതൊരു പതിറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് പാരമ്പര്യം പറയുന്ന ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രകോപിതരാകുന്നത്? ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിന് ശേഷം, രാജിവെച്ചതല്ല യഥാർത്ഥത്തിൽ, രാജിവെക്കാൻ പറഞ്ഞ് പുറത്താക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ ഒരു നാഥനില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. നിലവിലൊരു പ്രസിഡന്റ് ആ സംഘടനയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണ് എന്ന് വേണം കരുതാൻ. അതല്ലെങ്കിൽ ഇങ്ങനൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുമില്ല. അത് പറയുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇതിനെ എതിർക്കുന്നുമുണ്ട് എന്ന വസ്തുത നമ്മൾ കാണാതിരുന്നുകൂടാ. ഒരു ചെറിയൊരു വിഭാഗമാണ് ഇത്തരം പരസ്യമായ ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ മോശം പ്രവൃത്തികൾക്കും നേതൃത്വം നൽകുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതൃനിരയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെയും എല്ലാം എതിർക്കുന്നുമുണ്ട്. സംഘടനയ്ക്ക് ഉള്ളിൽ ശക്തമായ വികാരം ഇത് സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി റിപ്പോർട്ടർ ടിവിക്കെതിരെ ഒരു ആക്രമണത്തിന് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം കോപ്പ് കൂട്ടുന്നു എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായതും ഇന്ന് രാവിലെ തൃശൂരിലുണ്ടായ സംഭവവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വിനേഷ്, ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത് നമ്മളാണ്, തെളിവുകൾ കൂടുതൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത് നമ്മളാണ്.
നമ്മൾക്ക് കിട്ടുന്ന തെളിവുകൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുക, നമ്മൾക്ക് ആദ്യം കിട്ടുക എന്നുള്ളത് അത് നമ്മുടെ മിടുക്ക് കൂടിയാണ്. നമ്മളല്ലെങ്കിൽ മറ്റൊരാൾ ആ വാർത്തകൾ കൊടുക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇങ്ങനെ ആക്രമണം നടത്തിയാലോ പരസ്യമായി അധിക്ഷേപിച്ചാലോ ഇത്തരം വാർത്തകളിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോവുകയുമില്ല. അത് CPM-നെതിരായാലും കോൺഗ്രസിനെതിരായാലും BJP-ക്കെതിരായാലും തെളിവുകളോടെ വാർത്തകൾ കിട്ടിക്കഴിഞ്ഞാൽ സംപ്രേഷണം ചെയ്യും. അങ്ങനെ ഒരു ചരിത്രം തന്നെയാണ് നമ്മൾക്കുള്ളത്. ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ആക്രമണം നടത്തി ഇതങ്ങ് ഇല്ലാതാക്കി കളയാം എന്നാണ് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാർ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കൂടുതൽ ശക്തമായി നമ്മൾ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വിനേഷ്, ഇവർ ശരിക്കും സ്വയം ധരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു അല്ലേ? നമ്മളൊക്കെ ഈ മാധ്യമങ്ങളൊക്കെ കോൺഗ്രസിനെതിരെയാണ് എന്നുള്ളത് വാർത്ത കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വാർത്ത അത് ഇനി എന്തായാലും കൊടുത്തേ മതിയാകൂ. അത് കൃത്യമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അതിൽ ഇത്തരം ഉമ്മാക്കികൾ കാണിച്ചാലൊന്നും കൈയും കെട്ടി നോക്കി നിൽക്കാനും കഴിയില്ല. നമ്മളും കൃത്യമായി നടപടിയുമായി മുന്നോട്ട് പോകും അല്ലേ? ഉറപ്പായും നിയമ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് തെരുവിൽ കാണിച്ചതുപോലെ അല്ലെങ്കിൽ റിപ്പോർട്ടറിന്റെ ഓഫീസിന് നേരെ കാണിച്ചതുപോലെയുള്ള രീതികളല്ലല്ലോ നമുക്ക് തിരിച്ചു കാണിക്കാൻ കഴിയുക. നമ്മൾ നിയമപരമായി അതിനെ നേരിടുക. ഇപ്പോൾ തന്നെ ഡോക്ടർ അരുൺകുമാറിനെതിരെ വ്യാജ സ്ക്രീൻഷോട്ട് ഇറക്കിയ ആൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത്തരം നടപടികളിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വരികയും ചെയ്യും അല്പസമയത്തിനുള്ളിൽ തന്നെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാനത്ത് നടത്താൻ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് തൃശൂരിലെ ആക്രമണ സംഭവം മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് കോഴിക്കോട്ടെ ആക്രമണത്തിലും നമ്മൾ കാണുന്നത്. ഇനിയെങ്കിലും നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഇവർ പിന്നോട്ട് പോകണം. അതല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നവരാണ് കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് സമൂഹം തെറ്റിദ്ധരിക്കാനും ഇടയുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ആക്രമണം എന്നുള്ളത് റിപ്പോർട്ടർ TVയോടുള്ള പ്രകോപനം എന്നുള്ളത് സത്യം വിളിച്ചു പറഞ്ഞതിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്ന ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതിന്റെ പേരിലാണ്. ഉറപ്പായും ഈ റിപ്പോർട്ടിംഗ് നമ്മൾ തുടരുക തന്നെ ചെയ്യും. വിനേഷ്, ശരി. TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.